നവംബർ 23-ന് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് വേദിയിൽ വെച്ചാണ് സലോമിയെ കണ്ടുമുട്ടിയത്. ലൈഫ് പദ്ധതിയിൽ വീട് പാസ്സായിട്ടും ഭൂമി വയലായതിനാൽ പെർമിറ്റ് കിട്ടുന്നില്ല എന്നതായിരുന്നു പരാതി. എനിക്ക് ലൈഫിൻ്റെ വീട് പാസ്സായിട്ട് 3 പ്രാവശ്യം ലൈഫിൽ ലിസ്റ്റിൽ വീട് കയറി. അപ്പം നമുക്കൊരു വീട് എന്തായാലും അർജൻറ്റ്. എനിക്ക് 2 പിള്ളേരുണ്ട്, മോനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് വേറെ ഭൂമി എവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരോട് ചോദിക്കുന്നത്. ഇവർ ഇന്ന് തരാം നാളെ തരാം, ഇതുവരെ നമുക്കൊരു വീട് കിട്ടിയിട്ടില്ല. തൃശ്ശിലേരിയിലെ പാടശേഖരത്തിന് നടുവിൽ ശുചിമുറി പോലുമില്ലാത്ത താൽക്കാലിക ഷെഡിലാണ് സലോമിയും കുടുംബവും കഴിയുന്നത്. മറ്റെല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് നവകേരള സദസ്സിനെത്തിയത്. മറ്റു പല പരാതിക്കാരെയും പോലെ ഒരു മെസ്സേജ് മാത്രമാണ് സലോമിക്കും ഇതുവരെ ലഭിച്ചത്. ഒരു മെസ്സേജ് ഇത്രയും വന്നിട്ടുണ്ട്, പിന്നെ അപേക്ഷ കിട്ടിയെന്നുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് വിളിച്ചിട്ടില്ല. സലോമിയുടെ ഷെഡിന് ചുറ്റും വയലിൽ തന്നെ നിരവധി വീടുകളുണ്ട്. പിന്നെന്തിന് ഞങ്ങൾക്ക് മാത്രം അനുമതി നിഷേധിക്കുന്നു എന്നാണ് ഇവരുടെ ചോദ്യം. ഈ റോഡിന് ഇപ്പുറം തന്നെയുണ്ട് 2 നില വീട് വയലിൽ പടന്നിട്ടുണ്ട്. അവർക്കെല്ലാം കൂടെ നമ്മളെപ്പോലെ ഇല്ലാത്തവർ ഒരാൾക്ക് ഒരു 5 സെന്റ് സ്ഥലത്തൊരു വീട് വെക്കാനുള്ള ഇത് തരണ്ടേ. മാതൃഭൂമി ന്യൂസ്, വയനാട്.